ഇംഗ്ലണ്ടിൽ പോയി ഡിഗ്രി എടുത്ത് ഒരു മദാമയം കെട്ടി ഞാനിങ്ങി പോരും. അപ്പോഴെങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. എന്നും ഇങ്ങനെ ഇരിക്കുമോ? പുസ്തകങ്ങളുമായി ഇങ്ങനെ ജീവിതകാലം മുഴുവൻ? അതോ വാശിക്ക് പോയി ഒരു സായിപ്പിനെ കിട്ടൂ? അതോ കയറെടുത്ത് കഴുത്തെ കിട്ടൂ? എന്നാലേ ചന്ദ്രപിള്ള എന്ന് പറയുന്ന CPയോട് പോയി പറ വേറെ പണി നോക്കാൻ. മോളെ കെട്ടാൻ പോകുന്നവന് നിലയും വില ഉണ്ടാക്കാൻ ശ്രീധരൻ തരുന്നതിന് പകരം ഇംഗ്ലണ്ടിൽ ഡിഗ്രിയും തേങ്ങാക്കൊലയും. അതിനെ ഉണ്ണികൃഷ്ണൻ ഒന്നുകൂടെ ജനിക്കണം. കാശും പുത്തനൊന്നും കണ്ടിട്ടല്ല, നിന്റെ ഒടുക്കത്തെ ഈ സൗന്ദര്യം കണ്ടിട്ടില്ല, സ്വഭാവം അറിഞ്ഞിട്ടില്ല. ഭ്രാന്ത് പിടിക്കുന്ന പോലെ എനിക്ക് ഇവിടെ ഇഷ്ടം തോന്നിയതാ. മനസ്സിലായ? ആ ഒച്ചയും ബഹളവും കൊടുങ്കാറ്റ് പോലെ. എന്തിനാ ഇത്? ഇതാണ് പ്രേമം. ഉണ്ണികൃഷ്ണൻ മീരെ പ്രേമിക്കുന്നത് കൊടുങ്കാറ്റ് പോലെയാണ്. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞു പോവല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, മന്ദമാരുതനായി കളയാം. തഴുകിക്കോട്ടെ. എന്താ ഇങ്ങനെ തഴുകിക്കോട്ടെ? ഡെമോൺസ്ട്രേഷൻ ഒന്നും വേണ്ട. ഞാനതങ്ങോട്ട് പറയാൻ ഭാവിക്കായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അതാ തഴുകിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചേ. ഏയ്, എന്റെ ബുക്ക്. ഞാൻ മറന്നതൊന്നുമല്ല, വിളിക്കുന്ന എനിക്കറിയായിരുന്നു. പുസ്തകം ഇനി വേണമെങ്കിലേ ഞാനൊന്നും എഴുതരാം. പാചകത്തെ കുറിച്ചായിരിക്കും. എന്താ പാചകം അത്ര മോശമാണോ? എനിക്കെങ്ങനെ അറിയാം? ഇവിടുന്ന് പാചകം ചെയ്ത് ഞാനൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്നാലേ പിറന്നാളാവുമ്പോ പറ. ഉണ്ണി, ആ സാമ്പാറിന്റെ മണം ശരിയല്ലല്ലോ. ലേശം കായം കൂടി ആവാം. മണം കൊണ്ട് അറിയാൻ പറ്റുമോ? കൊണമറിയാൻ രുചിച്ചു നോക്കണ്ട, മണം കിട്ടിയാ മതി. തൊട്ടു നക്കി പോയാ പിന്നെ അത് എച്ചിലായി പോയില്ലേ. ഉണ്ണി, ആ അവിയലിൽ ഉപ്പ് കുറച്ചുകൂടി ഇട്ടേ. അല്ലേ, അതിന് അവിയലിന് ഇവിടെ നുറുക്കുന്നല്ലേ? ഇവിടെ നുറുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി. ഈ പാചക വിദ്യ എന്ന് പറയുന്നത് കളിച്ച കാര്യമല്ല, അതൊരു തപസ്സാ. അതാ വരാൻ പോണ കാര്യം മുൻകൂട്ടി അറിയണത്. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ ഉണ്ണി, താൻ അടുത്ത തിങ്കളാഴ്ച ലീവ് എടുത്തേ പറ്റൂ. എന്താ കാര്യം? നമ്മുടെ പുഞ്ചിരി ചേച്ചിയുടെ 28 കെട്ടാ. പുഞ്ചിരി ചേച്ചിയുടെ അല്ല, പുഞ്ചിരി ചേച്ചിയുടെ കുട്ടിയുടെ 28 കെട്ട്. സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. എനിക്കൊരു കയ്യാള് വേണല്ലോ. താൻ ഒരു കാര്യം ചെയ്യ്, താൻ ലീവ് എടുത്തിട്ട് എന്റെ കൂടെ കൂടിക്കോ. ഞാൻ നിങ്ങൾ നക്കാപ്പിച്ച് പിടിച്ചിട്ടുണ്ടോ? എന്താ ഉണ്ണി ഈ പറയണേ? ഒരു പാചകക്കാരന്റെ മട്ടും ഭാവൊക്കെ ഞാൻ പരിശീലിക്കല്ലേ. അതെന്റെ 16 അടിയന്തരത്തിന് മതി. കുട്ടത്തി വിടാനേട്ടാ. എന്റെ ഉണ്ണി ചതിച്ചല്ലോ. പച്ചടി മുഴുവൻ അടി പിടിച്ചു പൊകഞ്ഞു പോയി. എന്തോടോ നോക്കിക്കാതെ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ? എടുത്തു വെക്ക്. അതെ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? തലയിൽ കൂടെ കൊടി വെച്ചോ. ഈ കറി മുഴുവൻ വേസ്റ്റാവില്ലേ? പിന്നെ അത് മുഴുവൻ പൊളിച്ച് നാശമാക്കി വെച്ചു. ഒന്ന് പതുക്കെ പറ, ആ തള്ള കേട്ടാ നമുക്ക് കുറച്ചില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. സദ്യക്ക് എന്നിട്ട് വേണം നാളെ കള്ളടിക്കുമ്പോ എടുത്ത് വെച്ച് നക്കാൻ. ഇടോ നോക്കിക്കാൻ നെയ്യും പഞ്ചസാര അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്ത് അതിലിടോ. നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം. എന്റെ അളിയ, അതിനല്ലേ ഞാനിത് പുകച്ചത്. ഞാനിപ്പോ പുകച്ച. ഇനി എന്നെ തല്ലരുത്. തല്ലിയാൽ നീ തല്ലോ. ഇനി തല്ലിയാ ഞാൻ കൊള്ളുന്നു. എങ്ങനെയാണോ ഇതിനെ ഇങ്ങനെ ആക്കി വെച്ചത്? ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാ. ഒന്ന് പതുക്കെ പറ. ഇതെന്ത് സ്വീറ്റാ? ഇതൊരു പ്രത്യേകതരം പ്രിപ്പറേഷനാ. കഴിച്ചിട്ട് എന്താ പറയുന്നത് ഞാൻ നോക്കണേ. ആ, വല്യമ്മ ഇപ്പോഴും ഉണ്ടാ. ഇനി ആർക്കാ വേണ്ടേ? ഇനി ആർക്കാ വേണ്ടേ ചോദിച്ചോളൂ. അതെ, എന്താ വേണ്ട, പുക ചോദിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, പുക കുറച്ച് ചേർത്താ മതി. ഉണ്ണി, ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ, അത് എരിശ്ശേരി. അയ്യോ, ഞാനല്ല, ഉണ്ണി പറ്റിച്ച പണിയാ. എന്തായാലും നന്നായിരിക്കുന്നു. റിയലി ഡെലീഷ്യസ്. കുറച്ചുകൂടെ തന്നോളൂ. വലിച്ചു വാരി തിന്നാ വയറിളകു ഒളിയാ. പുതിയ ഐറ്റം ലേശം കൂടെ ആവാം. എന്താ ഇതിന്റെ പേര്? ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഉണ്ണിമധുരം. ഉണ്ണിമധുരം. ഇനി ആർക്കാ ഉണ്ണിമധുരം വേണ്ടത്? വരുന്നു. കഴിച്ചോളൂ. പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്ന സാധനമാണ്. കഴിച്ചിട്ട് വിശേഷം നീ പറഞ്ഞോളൂ കേട്ടോ. അമ്മേ, എന്താടാ? പതിവില്ലാതെ ഇപ്പോ എന്താ അത്? ഭീമനോ മറ്റോ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു മാവ് മുഴുവൻ മൂടോടെ പിഴുതോണ്ട് വന്നേനെ. നാട് മുഴുവൻ സദ്യ വെച്ച് നടക്കുന്ന അച്ഛന് വീട്ടിലൊരു സദ്യ ഒരുക്കാൻ ഇതൊരു പെൺകുഞ്ഞായിരിക്കും. അമ്മേ,
അമ്മ എന്തിനാ കരയുന്നത്? 4 പേരുടെ മുമ്പിൽ നിങ്ങൾക്ക് നാണക്കേടാ, എനിക്കറിയാം. ഞാനിത് നാട് മുഴുവൻ പറഞ്ഞു നടക്കും. വേറെ ആർക്കും ഇല്ലാത്ത ഈ ഭാഗ്യം. അമ്മയോട് എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടം തോന്നുക. എനിക്ക് രാമുവിന്റെ കാര്യം ഓർക്കുമ്പോൾ അയാൾ നമ്മുടെ ആരാ? ആരുമല്ലല്ലോ. പെറ്റ വേറെ പ്രതികാര അതങ്ങനെ വരും. ദേ നല്ല പുളിയുള്ള മാങ്ങയാ, ഉപ്പും കൂട്ടി തിന്നാൻ നല്ല രസാ. ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ആരെങ്കിലും വന്ന് കണ്ട എല്ലാരെ കൊണ്ടും പറയിക്കാം. എന്ത് തലയിലെഴുത്താ ഇത്? ജീവിച്ചെനിക്ക് മതിയായി, ചത്താ മതി. അടങ്ങ് ദേവു, എന്ത് ഭ്രാന്ത ഇത്? രാമകൃഷ്ണന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അവനില്ലാത്ത ഭാഗ്യം നമുക്ക് എന്തിന്? ദൈവനിച്ച എങ്ങനെയാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ഒരുപക്ഷെ അവൻ വളർത്തിക്കൊള്ളുമായിരിക്കും. പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് വളർത്താൻ പണ്ട് ആഗ്രഹിച്ചല്ലേ. എനിക്ക് പെണ്ണിനെയും വേണ്ട, ആണിനെയും വേണ്ട. ഈ ഇരിപ്പി ഭൂമി പടർന്നങ്ങ് പോയാ മതി. എനിക്കും ഉണ്ട് നാണക്കേട് എന്ന് വിചാരിച്ചിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സർക്കാർ ആശുപത്രി പോണോ? പോകാം. ഇക്കാലത്ത് ഒരു പാവമൊന്നുമല്ല. ദൈവദോഷം പറയാതെ. നമുക്ക് തന്നത് നമുക്കുള്ളത് തന്നെയാ, നമ്മുടെ. ദേവകേ, ദേ രാമകൃഷ്ണൻ. ഞാൻ കണ്ടല്ലോ. എനിക്ക് ആ ഭൂപണയ ബാങ്ക് വരെ ഒന്ന് പോണം. ഞാനേ വേറെ ആരോ വരികയെന്ന് വിചാരിച്ചു. അവളുണ്ടാകത്ത അങ്ങോട്ട് ചെല്ലു നീ. അല്ലെ അങ്ങ് പോകാന്നോ? അല്ല, എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോണം. ദേവകേ, രാമകൃഷ്ണൻ. ഉണ്ണി വിളിച്ച് പറഞ്ഞു. അല്ല, ഞാൻ ഇപ്പൊ വരാം, ഒന്ന് പോയിട്ട് വരാം. ഒന്ന് അഭിനന്ദിക്കാൻ വന്നപ്പോ അങ്ങ് വലിയാന്നോ? അമ്മേ, ഞാനിവിടെ ഉണ്ട്. ഇവിടെ ഒളിച്ചു നിൽക്കാണോ? അമ്മ ഡോക്ടർ വല്ലതും കണ്ടോ? ഇല്ല. എനിക്കറിയാം, നാണക്കേടാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ പഴയ കാലല്ല. പ്രസവമൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡാ. മാസാമാസം ചെക്കപ്പ് നടത്തണം. ടൗണിലെ മെഡിക്കൽ സെന്ററിൽ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട്, രമണി, ഗൈനക്കോളജിസ്റ്റാ. ഞാൻ പറയാം, അമ്മ പോയി കാണണം. നിനക്ക് വിഷമം തോന്നുന്നില്ലയോ? എനിക്കറിയില്ല. ഉണ്ണി വിളിച്ച് പറഞ്ഞപ്പോ മനസ്സങ്ങിളകി. ഒന്ന് കാണണമെന്ന് തോന്നി. ഇത് 3 നേരം ഓരോ ടീസ്പൂൺ വെച്ച് കഴിക്കണം. ഇത് രാത്രി മാത്രം കഴിച്ചാൽ മതി. നിർമ്മല അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? നിനക്ക് ഒരു സ്വൈര്യവും ഉണ്ടാവില്ല. എല്ലാം ഒരു ശീലമായ പിന്നെ ഒരു പ്രശ്നമില്ല. അമ്മ കഴിക്കാൻ എന്തെങ്കിലും താ, എനിക്കങ്ങ് പോണം. അത് ശരി, ഉണ്ണിയാണോ പറഞ്ഞത്? എന്നാ വിശ്വസിക്കണ്ട. അവൻ വെറുതെ നിന്നെ ഇളക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവനത് എന്നെയല്ലേ വിളിച്ച് പറയേണ്ടത്? ഞാൻ വാര്യർ സാറിനെ വിളിച്ചിരുന്നു. അങ്ങനെ എന്ത് പറഞ്ഞു? സത്യ ആണോ? ഛേ, ബാക്കിയുള്ളവന്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടി അവനവന്റെ പ്രായവും മക്കളുടെ പ്രായവും നോക്കാതെ എന്തൊരു വൃത്തികേടായത്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെന്താ വേണ്ടേ? നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കാണണം. ഞാനോ? കാണാനോ? എന്റെ പട്ടി പോകും. ഞാൻ പറയുന്നത് കേൾക്കൂ. പോണം. പോയാൽ അവിടെ കൊലപാതകം നടക്കും. അത് വേണ്ട. പോണോന്ന് ഞാൻ പറഞ്ഞ പോണം. അതിന് കാര്യമുണ്ട്. എന്തോന്ന്? ഈ സ്റ്റേജിലാവുമ്പോ ചെവിക്ക് ചെവി അറിയാതെ അതങ്ങ് നടക്കും. താനൊന്ന് തെളിച്ച് പറ. അമ്മയോട് ചെന്ന് പറ, അതങ്ങ് അബോർട്ട് ചെയ്ത് കളയാൻ. അത് നമ്മളൊരു കാര്യം പറഞ്ഞാൽ നടക്കണം. നടക്കത്തില്ലെങ്കിൽ പറയാൻ പോകരുത്. അവരൊക്കെ പഴയ ആൾക്കാരാ. അബോർഷൻ എന്ന് കേട്ടാ അപ്പൊ വീണ് ചാവും. എങ്കിലൊരു കാര്യം ചെയ്യേ. യു ജസ്റ്റ് കിൽ മീ. നിമ്മി എന്താ ഇത്? നിനക്ക് ഞാനില്ലേ? അവരെയൊക്കെ നിന്നെ കണക്കാക്കുന്നേ. ലെറ്റ് ദം ഗോ ടു ഹെൽ. വലിയ ഗൗരവത്തിൽ തല ഉയർത്തി അങ്ങനെ നിൽക്കുമ്പോ തുണി ഉരിഞ്ഞു പോയാൽ അങ്ങനെ ഇരിക്കും. ഞാനിപ്പോ ആ പരുവത്തിലാണ്. ഉരിഞ്ഞു പോയ തുണിയെടുത്ത് തലയെ കെട്ടി അങ്ങ് നിന്നു. ഗൗരവം വിടണ്ട. ഈശ്വരൻ വേണ്ടാത്തടത്ത് കയറി ഓരോ ചെയ്ത്തി ചെയ്യുന്നതേ. ഈശ്വരൻ എന്ന് പറഞ്ഞാ ഈശ്വര വെള്ളച്ചാട്ടം.
എന്റെ ചേട്ടാ, മൂത്ത മോനെ തോപ്പിച്ച് വയസ്സുകാലത്ത് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ല, ആ, ചിലപ്പോ ഈ കുഞ്ഞ് ജനിക്കുമ്പോ എന്റെ ജാതകം മാറിയേക്കും. പലിശയ്ക്ക് മേൽ പലിശ കയറി മുടിഞ്ഞിരിക്കുകയല്ലേ. ഒരു ദിവസം നേരം വെളുത്തപ്പോ ഇവൻ കയറി അങ്ങ് ഡോക്ടറായൊന്നും അല്ലല്ലോ. വീടും പറമ്പ് ഈട് വെച്ച് പലിശയ്ക്ക് പണം എടുത്തിട്ടാ കഴിവേറ്റിയത്. ഒരു ജില്ലി കാശുണ്ടല്ലോ, തിരിച്ചടച്ചിട്ടില്ല. ജപ്തി നോട്ടീസ് വന്നാ പൊടിയും തട്ടി ഇറങ്ങി കൊടുക്കാൻ നിവൃത്തിയുള്ളൂ. അറിയോ, അവനെ റാഞ്ചി കൊണ്ടുപോയപ്പോ സ്ത്രീധനമായിട്ട് എന്ത് വാങ്ങാത്തല്ലേ കൊടുത്തത്? വേണ്ട, എന്തിനാ മലന്ന് കിടന്ന് മേലോട്ട് തൂക്കുന്നേ? ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇളയവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്ക്. മൂത്തവന്റെ കാര്യത്തിൽ പറ്റിയതുപോലെ പറ്റരുത്. നല്ല സ്ത്രീധനം വാങ്ങിച്ച് കടം വീട്ടാൻ നോക്ക്. ചുമ്മാ അല്ലല്ലോ, എവന്റെ കാര്യത്തിൽ നമ്മൾ കുറെ മുടക്കിയതല്ലേ. എന്തായാലും ഇത്രയായി, നീ പ്രസവം കഴിഞ്ഞിട്ടാട്ടെ. പിന്നെ ആ, വരുന്നു, വരുന്നു, വരുന്നു. ആ. അതെ, പ്രസവത്തിന്റെ കാര്യമൊന്നും തൽക്കാലം ഇവിടുത്തെ വാരസന് അറിയണ്ട. ഉള്ള 2-3 മക്കളങ്ങ് ബഹറിലും ദുബായിലും അവിടെ ഇവിടെയൊക്കെ ആണല്ലോ. ഇവിടെ ഞങ്ങളുടെ ഒരു മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോ ദേവകമ്മയുടെ പ്രശ്നം അറിയുമ്പോ എനിക്കും കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് ഇവിടെ തുടങ്ങിയാൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ എനിക്ക് ഹെഡ് മാസ്റ്റർ ആണെന്നും പറഞ്ഞ് സ്കൂളില് കാലുമേ കാലും കെട്ടിരിക്കാവുകയല്ല. എന്താ ഉണ്ണി ഇത്? എവിടേക്കാ കൂട്ടിക്കൊണ്ട് പോകുന്നത്? വന്നേ. എന്താ ഇത്? ആ, കണ്ട. ഛേ. എങ്ങനെയുണ്ട്? അച്ചപ്പം, മുറുക്ക്, ലഡു, ഉണ്ണിയപ്പം, ദാ പിന്നെ ഉണ്ണിമധുരം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എന്നെ എന്തിനാടാ ഉണ്ണി ഇങ്ങനെ കളിയാക്കുന്നത്? ഇതിന്റെ ആള് ഞാനൊന്നുമല്ല, ദേണ്ട നിൽക്കുന്നു. ആഹാ, അയ്യോ ചുമ്മാതാ, ഈ ഉണ്ണിയുടെ വേലയാ. ആ. വല്ല കാര്യമുണ്ടോ? ഉണ്ട്, വയറ് കാണാന്നൊരു ചടങ്ങില്ലേ, അതിനു വേണ്ടി വന്നതാ. മീരാബായി മുഖത്ത് നോക്കി നിൽക്കാതെ വയറിലോട്ട് നോക്ക്. എന്റെ അല്ല, ഉണ്ണിയുടെ. എന്റെ അല്ല, മുഴുവൻ പറയട്ടെ, ഉണ്ണിയുടെ അമ്മയുടെ. അമ്മ അങ്ങോട്ട് തിരിഞ്ഞു. ഏയ്, എന്തോ ഞാൻ ഓ, ഞാൻ പെട്ടെന്ന്. മീര ഒറ്റയ്ക്കാണോ? ഡ്രൈവറുണ്ട്. അവിടെ ഇരുന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു ആൻസൈറ്റി എന്തായെന്നറിയാൻ. ചായ വേണോ? ഞാൻ ഒഴിച്ചു തരാം. എനിക്ക് വേണ്ട. ഇനി ഞാൻ ഇതുപോലെ ഇവിടെ വന്നിരിക്കേണ്ടി വരുമല്ലോ. അപ്പോഴാരാ എനിക്ക് ചായ പകർന്നു തരിക? അതോ, ഇപ്പൊ അകത്ത് കിടക്കുന്നില്ലേ, അമ്മ പകർന്നു തരും. ഡോക്ടർ എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നോടൊന്നും പറയത്തില്ല. ഡോക്ടർ അദ്ദേഹത്തോടെ പറയൂ, അവരൊരുമിച്ച് പഠിച്ചവരാ. ഉണ്ണി വേണമെങ്കിൽ വിശാലായിട്ടൊന്ന് ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. വേണ്ട, മീര വയ്ക്കോ. ഡോണ്ട് വറി. വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ചേട്ടാ, ഒരു ബീഡി തന്നെ. ഇതുവരെ വലിച്ചു നോക്കിയിട്ടില്ല. ഇപ്പൊ വന്നതാരാ? ഏ, ഇപ്പൊ വന്നതാരാ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഈ കൊട്ടയിലോട്ട് വാരി വെക്ക്. ആ, അമ്മേ. അമ്മാവൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉരുകുന്ന എന്തിനാ? ഓ, ഒരു വലിയ കണക്കാണ് നമ്മളാരോട്ട. അയ്യോടി, അമ്മാവൻ എന്തോ ഈ കാണിക്കുന്നേ? അമ്മാവൻ എത്ര നാളായി ചട്ടകം പിടിച്ചിട്ട്? എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ വയ്യ. നീ ഉണ്ടോ, ഞാൻ ഇളക്കാം. നീ പോയി നിന്റെ ജോലി നോക്ക്. എന്ന് പറഞ്ഞപ്പോ എങ്ങനെ? എനിക്കിവിടെ വെറുതെ ഇരിക്കാൻ വയ്യ. കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്ന എരിശ്ശേരിയെ പോലെ ഞാൻ ഇന്ന് 4 കാലം നടന്നേനെ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇളക്കാതെ ആ ചട്ടം ഇങ്ങോട്ട് കൊണ്ടുവാ. ആശുപത്രിയിലോട്ട് അല്ലേ? അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനല്ലല്ലോ പ്രസവിക്കുന്നത്. അയ്യോ, എന്നാലും ഇത് കടിഞ്ഞു കയറി പോലെ തന്നെ എന്റെ അമ്മാവാ. 2 പാത്രമാണെന്നുള്ള മരം തീ തിന്നേ പറ്റൂ. ഈ ആശുപത്രി മരുന്നും മന്ത്രവും ഒന്നും ഇല്ല. 2 ആൺകുഞ്ഞുങ്ങളെ പെറ്റ വയറാ. ഇത് പപ്പടം പൊള്ളുന്ന പോലെ അങ്ങ് നടന്നോളും. ഡോക്ടർ. ദേവികമ്മയുടെ ആളല്ലേ? അതെ. കുട്ടി പെൺകുഞ്ഞാ. സമയം 3:35. അമ്മ ബോധം വീണിട്ടില്ല. ഹലോ, ഉണ്ണിയാ? ഒരു നല്ല ന്യൂസ് എന്നതിന് താങ്ക്സ്. വേണ്ട, ഉണ്ണി അവിടെ
അവിടെ തന്നെ നിന്നാ മതി. അച്ഛനെയും പുഞ്ചിരി ചേച്ചിയും എരിശ്ശേരിയും കൂട്ടി ഞാനിവിടെ എത്തിക്കോളാം. വേണ്ട ഉണ്ണി. ഉണ്ണി ഇറങ്ങിയിരിക്കെ ഡോക്ടറെ കാണണം. രാമേഷ, ഉണ്ണി കുഞ്ഞെ, എന്താ ഉണ്ണി, എന്തു പറ്റി? പറയുണ്ണി, എന്താ സംഗതി? പറയടാ. പറയാൻ പറഞ്ഞു തൊലയ്ക്ക്. പാലും ഇങ്കായും കൊടുത്ത് നീ അതിനെ കൊല്ലും. ഈ സമയത്ത് ഇയാൾ ഇത് എവിടുന്ന് വരുന്നു? വരണോന്ന് തോന്നി. കരയല്ല, കരയില്ല, ഏതാണ്ട് അസ്കതയുണ്ട്. കരച്ചിൽ കേട്ടാൽ അറിയാം. കരയല്ല, കരയല്ല. അച്ഛൻ എന്തേടാ പോയെ? ആലപ്പുറത്തെ ശാന്തയുടെ കല്യാണമാണ് നാളെ. കുഞ്ഞിന്റെ കാര്യം നോക്കി ഇവിടെ ഇരിക്കാനുള്ളതിന് പകരം നീ ഒന്ന് പറ ഇതൊന്ന് നിർത്താൻ. വയറുവേദന എടുത്തിട്ടാ പാവം. 2-3 ദിവസത്തേക്ക് പാലൊന്നും കൊടുക്കണ്ട. വല്ല കരിക്കും വെള്ളമോ ഗ്രേപ്പ് വാട്ടറോ, അതും കൂടുതൽ കൊടുക്കരുത്. ഒരു 2 ടീസ്പൂൺ വീതം. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് മുടങ്ങാതെ കൊടുക്കണം. ഇപ്പോഴീ വയറുവേദന കരച്ചിൽ നിർത്താൻ എന്താ വേണ്ടേ? അത് കമിഴ്ത്തി കിടത്തി പുറത്ത് തട്ടി കൊടുത്താൽ മതി. നീ തന്നെ ഉറക്കിക്കോ, നിനക്കേ പറ്റൂ. ഇങ്ങയുടെ സ്ഥാനത്താണെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടുപോകാൻ അറിയോ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ. വേണ്ട, ഞാനെന്തിനാ വെറുതെ സെന്റിമെന്റിലാണ്. വല്ലപ്പോഴും വരാം, ഒന്ന് കാണാം. വേണ്ട വേണ്ട വേണ്ട, വേണ്ട. മോളെ, ശവമടക്കിനും സഞ്ചയനത്തിനും ഒന്ന് മുഖം കാണിച്ചതല്ലാതെ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ ഞാനെന്തിനു പോണം? വൈഷുഡായി കാണേണ്ടവർ ഇടയ്ക്കിടയ്ക്ക് പോവുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ദാറ്റ്സ് ഇനഫ്, ഇനഫ് ആൻഡ് മോർ. നിമ്മി, നമ്മുടെ ആറ്റിറ്റ്യൂഡും മൂഡും പിന്നെ ജീവിതം തന്നെ പ്രകാശമുള്ളതാക്കാൻ ആരുടെ ആയാലും ഒരു കുഞ്ഞിനെ കൊണ്ട് സാധിക്കും. ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിൽ നാളെ തന്നെ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ വീട് മുഴുവൻ ഒരു ദിവസത്തേക്കെങ്കിലും ആ കുഞ്ഞിന്റെ കരച്ചിൽ കൊണ്ട് നിറയട്ടെ. എന്നാ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയേക്കാം. പിന്നെ എന്റെ ശല്യം ഒന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഓക്കെ? വേണ്ട വേണ്ട, കരയല്ലേ എന്റെ മോളല്ലേ, കരയല്ലേ. വേണ്ട വേണ്ട വേണ്ട, കരയണ്ട. ഓ, ഞാൻ ആവുന്ന പണി 18 നോക്കി, രക്ഷയില്ല. ഓ, ഇവളൊരു പിടിവാശിക്കാരിയാ. എപ്പൊ തുടങ്ങിയ കരച്ചില്ലാന്നറിയാം. എന്റെ ഉണ്ണിക്കുട്ട, അതിനിങ്ങോട്ട് താ, ഞാൻ അതിന്റെ കരച്ചിൽ നിർത്തി തരാം. ഇയാളെന്താ എരിശ്ശേരി കൊടുക്കും? എലിശ്ശേരി അല്ല, പാല് കൊടുക്കും. പാല്? ആ, തേങ്ങ പാല് എനിക്ക് വേണം. ചേച്ചി, ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ. ഞാൻ ഈ എരിശ്ശേരി കിട്ടുന്ന കടുവറക്കട്ടെ. എടോ, ഇച്ചിരി ഇല്ലാത്ത ഈ കുഞ്ഞിന് ആരെങ്കിലും തേങ്ങാപ്പാല് കൊടുക്കണോ? എന്റെ ഉണ്ണി പാലിന്റെ നിറമൊക്കെ ഒന്നല്ലേ, കുഞ്ഞത് മുലപ്പാലെന്ന് തേങ്ങാപ്പാല് കൊടുക്കും. എന്താ ഇയാൾ കാണിക്കണേ? കാഞ്ഞ ബുദ്ധി.